ക്രിക്കറ്റ് മൈതാനത്ത് ഒരു പന്ത് എത്രത്തോളം അപകടകാരിയാകാം എന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ബാറ്റിൽ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന ഒരു പന്തിന് മുന്നിൽ നിൽക്കുന്നത് ബാറ്ററോ ബൗളറോ മാത്രമല്ല, ചിലപ്പോൾ അമ്പയർമാരും അതേ അപകടത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഡൽഹി പ്രീമിയർ ലീഗ് 2026 ഒരു മത്സരത്തിനിടെ സംഭവിച്ച അപകടം ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ്. ന്യൂഡൽഹി ടൈഗേഴ്സും ഈസ്റ്റ് ഡൽഹി റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് അമ്പയർ ധർമേഷ് ഭരദ്വാജിന് ബാറ്റിൽ നിന്നുള്ള ഷോട്ട് നേരിട്ട് മുഖത്ത് പതിച്ചത്. സംഭവം നടന്നത് ന്യൂഡൽഹി ടൈഗേഴ്സിന്റെ ഇന്നിംഗ്സിലെ 18ാം ഓവറിലായിരുന്നു. ഈസ്റ്റ് ഡൽഹി റൈഡേഴ്സിന്റെ ആശിഷ് മീണ പന്തെറിയുന്നു. മറുവശത്ത് ലക്ഷ്യ തരേജ. പന്ത് എത്തിയപ്പോൾ തരേജ മുന്നോട്ട് കയറി ശക്തമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് കളിച്ചു. പന്ത് ബൗളറെ മറികടന്ന് അതിവേഗത്തിൽ നേരെ അമ്പയറുടെ ഭാഗത്തേക്ക്. അത് തടയാൻ ബൗളർക്കും സാധിച്ചില്ല. അമ്പയർ ഭരദ്വാജ് പന്തിന്റെ ദിശ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും സമയം മതിയായില്ല. പന്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് വലതുഭാഗത്ത് ശക്തമായി ഇടിക്കുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് മത്സരം തന്നെ നിശ്ചലമായി. ഷോട്ട് കളിച്ച ലക്ഷ്യ തെരജയുടെ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു. സ്വന്തം ഷോട്ട് എത്ര ഗുരുതരമായ ഒരാളെ ബാധിക്കുമെന്ന് ബാറ്റർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ക്രിക്കറ്റിൽ പന്തിന്റെ വേഗതയും ദിശയും പലപ്പോഴും ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം പരിക്കേറ്റ ധർമേഷ് ഭരദ്വാജിനെ പരിശോധനയ്ക്കായി ഐസിയുയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഐസിയുയിൽ പ്രവേശിച്ചു എന്നത് ഗുരുതരമായ ആരോഗ്യസ്ഥിതി തന്നെയാണ് നിർബന്ധമായും അർത്ഥമാക്കണമെന്നില്ല. എന്നാൽ തലയ്ക്കും മുഖത്തിനും പന്ത് ശക്തമായി പതിച്ചതിനാൽ കൂടുതൽ മെഡിക്കൽ പരിശോധനയും നിരീക്ഷണവും ആവശ്യമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഭരദ്വാജിന് ഈ DPL സീസണിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ അപകടമായിരുന്നില്ല. ഇതിനു മുമ്പും ഒരു മത്സരത്തിനിടെ സ്ട്രെയിറ്റ് ഡ്രൈവ് അദ്ദേഹത്തിന് തോളിൽ പതിച്ചിരുന്നു. അതായത് ഒരേ സീസണിൽ തന്നെ അമ്പയർക്ക് ബാറ്റിൽ നിന്നുള്ള ഷോട്ടിൽ നിന്ന് 2 തവണ പരിക്കേറ്റിരിക്കുകയാണ്. ഇത് നമ്മളെ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് എത്തിക്കുന്നു. ക്രിക്കറ്റിൽ കളിക്കാരുടെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ബാറ്റർമാർ ഹെൽമെറ്റ് ധരിക്കുന്നു, വിക്കറ്റ് കീപ്പർമാർ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, സ്ലിപ്പ് ഫീൽഡർമാർ ക്യാച്ച് എടുക്കുമ്പോൾ പന്തിന്റെ വേഗത കണക്കിലെടുത്താണ് നിൽക്കുന്നത്. പക്ഷെ അമ്പയർമാരുടെ സുരക്ഷ, പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിൽ ബാറ്റർമാർ കൂടുതൽ ആക്രമണാത്മകമായി കളിക്കുകയും പന്ത് അതിവേഗത്തിൽ ബൗണ്ടറിയിലേക്ക് പായിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അമ്പയർമാർക്കും സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. കാരണം അമ്പയർ നിൽക്കുന്ന സ്ഥാനം തന്നെ വളരെ അപകടകരമായ മേഖലയാണ്. ബാറ്ററുടെ ഷോട്ടിന്റെ ദിശ മാറിയാൽ പലപ്പോഴും പ്രതികരിക്കാൻ അമ്പയറുടെ കയ്യിൽ ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാകൂ. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. തരേജയുടെ ഷോട്ട് വളരെ ശക്തമായിരുന്നു. ബൗളറെ മറികടന്ന് പന്ത് നേരെ അമ്പയറുടെ മുഖത്തേക്ക്. ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും പന്തിന്റെ വേഗതയ്ക്ക് മുന്നിൽ ആ ശ്രമം പര്യാപ്തമായില്ല. ഇതിനിടെ മത്സരം തന്നെ തുടർന്നു. ഈസ്റ്റ് ഡൽഹി റൈഡേഴ്സ് ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 192 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ന്യൂഡൽഹി ടൈഗേഴ്സിന് 156 റൺസ് മാത്രമാണ് നേടാനായത്. 36 റൺസിന്റെ വിജയമാണ് ഈസ്റ്റ് ഡൽഹി റൈഡേഴ്സ് സ്വന്തമാക്കിയത്. പക്ഷെ മത്സരത്തിന്റെ ഫലത്തേക്കാൾ ഇന്ന് വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പയർക്ക് സംഭവിച്ച അപകടമാണ്. അതാണ് ഈ മത്സരത്തെ വേറിട്ട രീതിയിൽ വാർത്തയാക്കിയത്. ക്രിക്കറ്റ് ഒരു മത്സരമാണ്. ബാറ്റർ റൺ നേടണം, ബൗളർ വിക്കറ്റ് നേടണം, ഫീൽഡർ ക്യാച്ച് എടുക്കണം, അമ്പയർ തീരുമാനങ്ങൾ നൽകണം. പക്ഷെ ഇവരിൽ ആരുടെയും സുരക്ഷ മത്സരത്തിന്റെ ആവശ്യത്തെക്കാൾ താഴെയാകാൻ പാടില്ല. പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിന്റെ കാലത്ത് പന്തിന്റെ വേഗത, ബാറ്റർമാരുടെ പവർ ഹിറ്റിംഗും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്പയർമാർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളും അതിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച ഗൗരവമായി തന്നെ നടക്കേണ്ടതാണ്.